ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഡേ ആൻഡ് മൈ ലൈഫ് വീഡിയോ ആയാലോ. അപ്പം നമുക്ക് ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ആദ്യം നമുക്ക് ചായ ഇടാം. അപ്പോൾ ചായ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് കുടിക്കാനുള്ള ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല അടിപൊളി പാൽ ചായയാണ്. അപ്പോഴേക്കും മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ മുട്ട ഒന്ന് വെന്തിട്ട് വരട്ടെ. ഇത് നമുക്ക് പൊറോട്ടയാണ് രാവിലത്തെ കാപ്പിക്ക് കേട്ടോ. കടയിൽ പോയി പൊറോട്ടയൊക്കെ വാങ്ങിച്ചോട്ട് വന്നു. പിന്നെ കറിയായിട്ട് നമുക്ക് സാമ്പാറും കടലക്കറിയും കിഴങ്ങ് കറിയൊക്കെയാണ്. പിന്നെ മുട്ട പുഴുങ്ങിയതുകൊണ്ട് അങ്ങനെ മിന്നു പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ കഴിപ്പൊക്കെ കണക്ക് തന്നെയാണ്, ഇച്ചിരിക്കേ കഴിക്കത്തുള്ളൂ. എന്നാലും എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് അവൾ. ഞാൻ പോയിട്ട് പൊറോട്ട കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് പൊറോട്ടയും കറിയും ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ രാവിലത്തെ കാപ്പിക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ സുറുമി ഉള്ളി ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ബീഫ് കിട്ടി, അപ്പോൾ അത് കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല കാലാവസ്ഥയാണ് കേട്ടോ. കുറച്ചധികം തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വാഷിംഗ് മെഷീനിൽ കഴുകിടാന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടെ അമ്മ അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ചോറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിന്ന് ചക്കക്കൂട്ടാൻ വേവിക്കാൻ വേണ്ടിയുള്ള ചക്കയൊക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ അരിഞ്ഞൊക്കെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചാലേ ഒന്നും പന്നലാവത്തില്ല. നല്ല ഫ്രഷ് ചക്ക പോലെ ഇരിക്കും. മാസം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, ഒരു കേടുപാടൊന്നും വരത്തില്ല. കാരണം നല്ല ചക്ക ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചക്കക്കൂട്ടാൻ തന്നെ സെറ്റ് ചെയ്യാം. അങ്ങനെ കറിക്കുള്ള സവാളയ്ക്ക് അരിഞ്ഞ് വെച്ച് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ചക്ക വേവിക്കാൻ വേണ്ടി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഉച്ചത്തേക്ക് ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബീഫ് കൊണ്ട് തന്നെ അടിപൊളി ഒരു കറി ഇന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ബീഫ് നമുക്കൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ പോയി ബീഫ് ചെറിയ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വാർക്കാൻ വെച്ചിട്ടുണ്ട് ചോറ്. അങ്ങനെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നല്ല പോലെ നമുക്കൊരു തവി വെച്ചിട്ട് അതിനൊന്ന് ഉടച്ചെടുക്കണ്ടോ. അമ്മ ഈ ഒരു ചക്ക നല്ല പോലെ ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചോറും ചക്കയൊക്കെ വെന്ത് കിട്ടി. ഇനി നമുക്ക് ബീഫ് കറിയും കൂടെ ഒന്ന് റെഡിയാക്കണം. അങ്ങനെ ബീഫ് കറിക്കുള്ള സവാളയൊക്കെ വഴറ്റി മസാലകളൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ച് ബീഫ് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ബീഫ്. അപ്പോൾ ബീഫ് കറി നല്ല പോലെ ഒന്ന് വെന്തിട്ട് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു രസം നമുക്ക് ഉണ്ടാക്കാം. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രസം വെച്ചാൽ നല്ല പോലെ എല്ലാവരും ചോറ് കഴിച്ചോളൂ. ഇവിടെ മിന്നൂനാണെങ്കിൽ പ്രത്യേകിച്ച് രസം ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഒത്തിരി ചോറ് കഴിക്കും രസം കൂട്ടി. ഇറച്ചിക്കറിൻ്റെ കൂടെ രസം കൂടെ നമ്മൾ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടോ, രസം ഇങ്ങനെ ഏകദേശം തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. കറികൾ വേകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളുണ്ട്, അതും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ജോലി കുഞ്ഞ, ഒരു ജോലിയില്ല, ഒക്കെ തീർന്നു. ഓയ് അങ്ങനെ പാത്രം കഴുകിയ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് തുടച്ചിടാം. ഓയ് എന്ത് സാധനം ഒന്നും, ഏത് സാധന? അയ്യോ, അത് പാടില്ല, അത് പാടില്ല കുഞ്ഞ്. അങ്ങനെ പാത്രം കഴുകലോ കഴിഞ്ഞു. ഇനി നമുക്ക് പാതകം ഒന്ന് തുടച്ചെടുക്കാം. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുണ്ട്. രസമൊക്കെ ഇങ്ങനെ നല്ല തിളച്ച് വരുന്നു. നോക്കാം നമുക്ക്. അങ്ങനെ ഇന്നത്തെ ഉച്ചത്തേക്കുള്ള പാചകമൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങൊക്കെ ഉള്ളൂ, തൂക്കലൊക്കെ ഉള്ളൂ.
അപ്പോൾ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞ് ഇന്നാണെങ്കിൽ മുറ്റം തൂക്കാൻ കുറച്ച് വൈകി കേട്ടോ. എന്നും നേരത്തെ എണീറ്റ് ആദ്യം മുറ്റം തൂക്കുന്ന ജോലി ആണ് ചെയ്ത് തീർക്കലാണ് കേട്ടോ. ഇന്നലെ മഴ പെയ്ത കാരണം തൂക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കരിയിലൊക്കെ വീണ് നരവൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ പെട്ടെന്ന് തൂത്താലൊന്നും കരിയിലൊന്നും നീങ്ങത്തില്ലല്ലോ. അപ്പോൾ വിചാരിച്ചെന്നാൽ ജോലി കഴിഞ്ഞിട്ട് അടുക്കളയിലെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് തൂത്തെടുക്കാമെന്ന്. പെട്ടെന്ന് പോയിട്ട് നമുക്ക് തൂത്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം. എന്നും വൈകുന്നേരം ആകുമ്പോൾ എന്നും മഴയാണ് കേട്ടോ. മഴ പതിവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒന്നും തുണി നനച്ചില്ല. അതുകൊണ്ട് ഇന്ന് ഒത്തിരി തുണികളുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ അടിച്ചതിന് ശേഷം ഒക്കെ ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി തുണികളുണ്ട്. ഇപ്പോൾ ഒരു വെയിൽ കാണാണ്ട്, രാവിലെ തൊട്ട് വെയിൽ കാണാണ്ട്. എന്നാലും ചെറുതായിട്ടൊരു മൂടലുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പെയ്യാം. കണ്ടോ ഗൈസ്, മാങ്ങ കേട്ടോ. പക്ഷേ നിറയെ മിസറാണ് കേട്ടോ. ഒത്തിരി മാങ്ങകളൊക്കെ ഉണ്ട്. കുറേ ഞങ്ങൾ പറിച്ച് ഇതുണ്ട്. ഈ മാവുമേ ഫ്രേഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി കിളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, മാവുമ്മ പടർന്ന് വന്നതാണ്. അപ്പോൾ ഫ്രേഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ട്. കണ്ടോ, ഒത്തിരി ഉണ്ട് കേട്ടോ. ഫ്രേഷൻ ഫ്രൂട്ട് കേട്ടോ. ഏകദേശം വിളയാറായി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ചീരക്കൃഷി കേട്ടോ. മഴ പെയ്തതിന് ശേഷം കണ്ടോ ഒരു ഉഷാറില്ല. മഴ പെയ്തിട്ട് എന്തോ പോലെ ആയിട്ടുണ്ട്. ഉണ്ടോ ഗൈസ്, സീതപ്പഴം. ഒത്തിരി സീതപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിന്മേ ഈ ഒരു കോവലിൻ്റെ വള്ളി നല്ല പോലെ പടർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മരം ആകെ മൂടിക്കിടക്കുകയാണ് കോവലിൻ്റെ വള്ളി. സീതപ്പഴം ഒത്തിരി ഉണ്ട്. കണ്ടോ കോവല് കണ്ടോ. അപ്പോൾ നിറയെ കോവല് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ ദിമ്മ പറിച്ചിട്ട് കൂട്ടാനൊക്കെ വെക്കും. ഒത്തിരി കോവലുണ്ട്. മാവ് വീടിൻ്റെ മണ്ടയിലോട്ട് പടർന്ന് കിടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മാങ്ങ ഒത്തിരി ഉണ്ട്. കുറേ ഞങ്ങൾ പറിച്ച് കണ്ടോ. ഈ മാവിലും കണ്ടോ ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഞങ്ങൾ പറിച്ച് കേട്ടോ. കണ്ടോ കൊമ്പൊക്കെ വീടിൻ്റെ മണ്ടയിലോട്ട് ചാഞ്ഞ് കിടന്നിരുന്നു മാങ്ങൻ്റെ വെയിറ്റ് കൊണ്ട്. അതൊക്കെ ഞങ്ങൾ മുറിച്ച് ഒത്തിരി ഉണ്ടായിരുന്നു. ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ മാവ് കണ്ടോ. മാവിൻ്റെ ഈ ഒരു മുരട്ടിലാണ് മാങ്ങ ഉണ്ടായിട്ടുള്ളത്. കണ്ടോ ഒറ്റ ഒന്ന്. അങ്ങനെ കണ്ടോ വീടൊക്കെ തൂത്തുവാരൊക്കെ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം തൂത്തുവാരിയിട്ടുണ്ട്. ഈ അടുക്കളയിൽ തന്നെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ നമ്മളിവിടെ ചക്ക വേവിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി മാങ്ങച്ചാറുണ്ട്. പിന്നെ കണ്ടോ കടുംപായസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ചേച്ചി ഞങ്ങൾക്ക് തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇച്ചിരി കൂടി ബാക്കിയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബീഫ് കറി അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ ഗൈസ്, മിന്നുക്കുട്ടി, അപ്പുക്കുട്ടി, മണിക്കുട്ടി ഇവരിങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി കുളിച്ചാൽ മതി. പിന്നെ കണ്ടോന്ന് നല്ല കാലാവസ്ഥയാണ് തോന്നുന്നു കേട്ടോ. എന്നാൽ ഇപ്പോൾ വെയിലൊക്കെ ഉണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും മഴയൊക്കെ കാണുമായിരിക്കും. അങ്ങനെ ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് കഴിക്കണം. ഇനി നമുക്ക് എല്ലാവർക്കുമുള്ള ആഹാരം എടുക്കാം. അങ്ങനെ എല്ലാവർക്കുള്ള ചോറൊക്കെ വിളമ്പി ഇനി ഞാനൊന്ന് പോയിട്ടൊന്ന് കഴിക്കട്ടെ. ഇനി കഴിച്ചിട്ട് കാണാം. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. ഇനി നമുക്ക് ഓരോ കട്ടൻ ചായ കുടിക്കാം. ഇനി പാൽ ചായ ഇല്ല, കട്ടൻ ചായയാണ് കേട്ടോ. അങ്ങനെ കണ്ടോ മിന്നിക്കുട്ടി സൈക്കിൾ ഓടിക്കണം കേട്ടോ. എവിടെ പോവാ മിന്നുവേ?
കാണിക്കാവോ? എന്താണിക്ക് ആണോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.